സമ്പൂർണ്ണ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമി എന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ആഘോഷം എന്നതിലുപരി നവരാത്രി വ്രതത്തിന്റെയും തപസ്സിന്റെയും സാധനയുടെയും കാലമാണ്. 9 ദിനരാത്രങ്ങളിലൂടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ജയിച്ച് ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതാണ് ഈ ദിനത്തിന്റെ സവിശേഷതയെന്നും അമ്മ പറഞ്ഞു. വാക്കുകൾ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിജയത്തിനും പരാജയത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും കാരണമാകും. അതിനാൽ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും വിജയദശമി സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. സമ്പൂർണമായ വിജയത്തിന്റെയും പൂർണ്ണതയുടെയും പ്രതീകമാണ് വിജയദശമി. മഹിഷാസുരൻ മുതലായ ആസുര ശക്തികളോട് പോരാടിയാണ് ദേവി വിജയം വരിച്ചത്. അധർമ്മത്തിന്റെ മേലുള്ള ധർമ്മത്തിന്റെയും അജ്ഞാനത്തിന്റെ മേലുള്ള ജ്ഞാനത്തിന്റെയും വിജയമാണത്. ഈ യുദ്ധം ബാഹ്യമെന്നതിലുപരി ആന്തരികമാണ്. നമ്മുടെ ഉള്ളിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ആഘോഷമെന്നതിലുപരി നവരാത്രി വ്രതത്തിന്റെയും തപസ്സിന്റെയും സാധനയുടെയും കാലമാണത്. 9 ദിനരാത്രങ്ങളിലൂടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ജയിച്ച് ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നതാണ് വിജയദശമി. ഉള്ളിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പുറമേ നിന്ന് കൊണ്ടുവരിക എന്നല്ല. സദാ ഉള്ളിലുണ്ടെങ്കിലും മനസ്സിലെ മാലിന്യം കാരണം നമ്മൾ അറിയാതെ പോകുന്ന ഈശ്വര സാന്നിധ്യത്തെ ഉള്ളിൽ ഉണർത്തുക എന്നതാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അമ്മയായ ശക്തിസ്വരൂപിണിയായ ദേവിയുടെ കൃപയുണ്ടെങ്കിൽ അതെളുപ്പം സാധിക്കും. ജാമ്പവാൻ ഹനുമാനെ സ്വന്തം ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോഴും ഭഗവാൻ അർജുനെ ഗീത പറഞ്ഞു കൊടുത്തപ്പോഴും വാക്കുകളുടെ ശക്തി ശരിയായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. നാം മന്ദര കൈകേയിയെ ഉപദേശിച്ചപ്പോഴും ശകുനി ദുര്യോധനെ വഴിതെറ്റിച്ചപ്പോഴും വാക്കുകൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. വാക്കുകൾ രക്ഷയ്ക്കും ശിക്ഷയ്ക്കും വിജയത്തിനും പരാജയത്തിനും നന്മയ്ക്കും തിന്മയ്ക്കും എല്ലാം കാരണമാകാം. വാക്കുകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പ്രധാനം. അതിനാൽ വാക്കുകൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കണം. സർവ്വചരാചരങ്ങളിലേക്കും വഴിഞ്ഞൊഴുകുന്ന പ്രമുഖവും കാരണമാണ് ദേവിയുടെ മുഖമുദ്ര. ജീവന്മാരെ സംസാരത്തിന് കരയേറ്റുക എന്നതുപോലെ തന്നെ ജീവന്മാർക്ക് ലോകജീവിതത്തിനും ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുന്നതിലും ഒരുപോലെ ശക്തിയുള്ളവളാണ്. ഓരോ ജീവജാലങ്ങളോടും സഹായിക്കുന്നവരുടെ നന്ദി പുലർത്തുക. അവിടെ നന്ദിയുള്ളവരായി തലകുനിക്കാനും അകൃപയ്ക്ക് പാത്രമാകാനും ശ്രമിച്ചേ പറ്റുള്ളൂ പൊന്മക്കൾ. അങ്ങനെ മക്കള് നല്ല മനസ്സ് കിട്ടി കൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.